മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ എടുക്കുന്നത് ചാപ്റ്റർ 1+1 ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അല്ലെങ്കിൽ വ്യാപാരം, കച്ചവടം, വാണിജ്യം. ഇൻട്രൊഡക്ഷൻ. All human beings require different type of goods and services to satisfy their needs. ഓരോ മനുഷ്യനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധങ്ങളായ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ് ബൈ പീപ്പിൾ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക പ്രക്രിയയാണ് ബിസിനസ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഒരു ബിസിനസ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ, നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. എങ്ങനത്തെ ആക്ടിവിറ്റിയാണ്? പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്. ഗുഡ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സെയിലിൽ വിൽക്കുന്നു അല്ലേ. ആ സർവീസിന് പറയുന്ന പേരാണ് ബിസിനസ് അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? സാമ്പത്തിക പ്രവർത്തനങ്ങളും അസാമ്പത്തികേതര പ്രവർത്തനങ്ങളും അല്ലേ. എക്കണോമിക് പേഴ്സൺ എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ഇൻ ഡെയിലി ലൈഫ്. എല്ലാ പേഴ്സണും എന്താണ്? പല തരത്തിലുള്ള കച്ചവടമോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവരുടെ ജീവിതത്തിൽ. ഓഫ് ദീസ് സം ആക്ടിവിറ്റി ജനറേഷൻ ഇൻകം ആൻഡ് അതർ ഗിവ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ടു അസ്. ചില ആക്ടിവിറ്റീസൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതായിരിക്കും അല്ലേ, ഇൻകമൊക്കെ കിട്ടുന്നതായിരിക്കും. ചിലത് എങ്ങനെയായിരിക്കും? മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആക്ടിവിറ്റി വിച്ച് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റി. നമുക്കിപ്പോൾ ഇൻകം കിട്ടണതാണ് എന്ത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. നോൺ എക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? നമുക്ക് ഇൻകം കിട്ടില്ല, അതിന് പറയുന്നത് എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. നമുക്ക് പല തരത്തിലുള്ള ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻ്റ് അല്ലേ. എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തൊഴിൽ അല്ലേ. അങ്ങനെ പല തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസുകളുണ്ട്. കൺസെപ്റ്റ് ഓഫ് ബിസിനസ്. എന്താണ് ഒരു ബിസിനസ്? ബിസിനസ് എങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അല്ലേ. ദ വേർഡ് ബിസിനസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ബിസി. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസി മാൻ, ബിസി വർക്ക്, ബിസി വിത്ത് സം അതർ ടോപ്പിക്. അതാണ് എന്ത്? ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ബിസി എന്നാണ് അതിൻ്റെ മീനിങ്, തിരക്ക് അല്ലേ. ബിസിനസ് മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ബിസി അല്ലേ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസി ചെയ്യുന്നു അല്ലേ. ബിസി ചെയ്യുന്ന ഒരാൾ, ബിസി ആയിട്ടുള്ളൊരു ആൾ. ഇറ്റ് ഈസ് ആൻ ഒക്കുപേഷൻ ഇൻ വിച്ച് പീപ്പിൾ റെഗുലർലി എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദി പർച്ചേസ്, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ് ആൻഡ് സർവീസ് ടു ഏൺ പ്രോഫിറ്റ്. അത് എങ്ങനത്തെ ഒക്കുപേഷനാണ്? പർച്ചേസ് ചെയ്യാനില്ല, നമുക്കൊരു സാധനം വാങ്ങാനും വിൽക്കാനും ചെയ്യുന്നതാണ് സെയിൽസ് ഓഫ് ഗുഡ് അല്ലേ. പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ സെയിൽസ് കൊടുക്കുന്നു ഗുഡ്. ഏതൊരു സർവീസ് ഒരു പ്രവർത്തനമായി മാറുന്നു. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു ലാഭം കിട്ടുന്നു. അതിൻ്റെ ഒരു മീനിങ് അതാണ്. അങ്ങനെ പറയുന്നതാണ് ഒരു ബിസിനസ്. അതായത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളൊന്നും സാമ്പത്തികേതര പ്രവർത്തനങ്ങളൊന്നും രണ്ടായി തരം തിരിക്കുന്നതാണ്. ലാഭം ലക്ഷ്യമാക്കി സംതൃപ്തിയോടെ സമാധാനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, വിപണനം എന്നീ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്.
ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ്. ഞങ്ങൾക്ക് ബിസിനസ്സിൻ്റെ സവിശേഷതകൾ പഠിക്കാം. ഒന്നാമത്തെ സവിശേഷത, ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ്. ദൈനംദിന ജീവിതാവശ്യവുമായ പണം സമ്പാദിക്കുന്നതിലൂടെ ഒരു സാമ്പത്തിക പ്രവർത്തനം അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റി എന്തിനാ? നമുക്കൊരു ആവശ്യം, ഒരു ഏർണിംഗ് മണി, നമുക്കൊരു മണി, അതായത് നമുക്കൊരു പൈസ കിട്ടാൻ, അതായത് നമുക്കൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഓരോ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്താലേ ഉള്ളൂ നമുക്ക് നമ്മുടെ കയ്യിൽ ഏർണിംഗ് പ്രോഫിറ്റ് വരിക. പ്രൊഡക്ഷൻ ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ് ആൻഡ് സർവീസസ്. ബിസിനസ്സിന് സാധനങ്ങൾ ഉൽപ്പാദിക്കുകയോ മറ്റു ഉൽപ്പാദനത്തിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുന്നു അല്ലേ. നമ്മളിപ്പോൾ അത് ഉൽപ്പാദിക്കുന്നു, അതുപോലെ തന്നെ അത് വാങ്ങുന്നു. അതെന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ മേടിക്കുന്നു, കൊടുക്കുന്നു. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ് ആൻഡ് സർവീസ് നടത്തുന്നു. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ദി ബയർ. വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള സാധാരണ സേവനങ്ങളുടെ കൈമാറ്റം അല്ലേ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലറായാലും ബയ്യറായാലും എന്താ, നമ്മൾ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടാം അല്ലേ. ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ റെഗുലർ ബേസ്. എ സിംഗിൾ ആക്ടിവിറ്റി ക്യാനോട്ട് ബി കോൾഡ് ബിസിനസ്. ചെറിയൊരു ആക്ടിവിറ്റിയിൽ നമുക്ക് എന്താവില്ല ബിസിനസ് എന്ന് പറയാൻ കഴിയില്ല അല്ലേ. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഇടപാടുകൾ സ്ഥിരമായിട്ടായിരിക്കണം. ഒരൊറ്റ ഇടപാടിനെ ബിസിനസ്സായി പരിഗണിക്കാനാവില്ല. The main purpose of objective behind every business to maximize profit. ഏതൊരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ലാഭം വർദ്ധിപ്പിക്കലായിരിക്കും അല്ലേ. എവരി ബിസിനസ് ഈസ് സറൗണ്ടഡ് വിത്ത് റിസ്ക് ഓർ അൺസർട്ടനിറ്റി. എല്ലാ ബിസിനസ്സുകളും അനിശ്ചിതത്വം അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ നിറഞ്ഞതാണ്. അതായത് ഒന്നെങ്കിൽ നല്ല റിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ആയിരിക്കാം അല്ലേ. ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല പണിയുള്ളതായിരിക്കും, അല്ലെങ്കിലോ നഷ്ടസാധ്യതകൾ നിറഞ്ഞതാണ് അല്ലേ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. എന്തായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എക്കണോമിക് ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഏർണിംഗ് പ്രോഫിറ്റ്, മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, innovation, productivity, growth and expansion, etc. Economic activity, providing quality good, creation of employment opportunity, etc. are important social objectives. ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം അല്ലേ. ലാഭം നേടുക, വിപണിയിലെ നിലനിൽപ്പ്, നവീകരണം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ പെടുന്ന. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ ബിസിനസ്സിൻ്റെ സാമൂഹിക ലക്ഷ്യങ്ങളാണ് അല്ലേ. ക്രിയേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. Business activity can be broadly classified into industry and commerce. ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി രണ്ടായി തരംതിരിച്ചുല്ലേ. എന്തിലേക്ക്? ഒന്ന് വാണിജ്യം അല്ലെങ്കിൽ വ്യവസായം അല്ലേ. വാണിജ്യമാണെങ്കിൽ എങ്ങനെയൊക്കും? ഫസ്റ്റ് വൺ ഇൻഡസ്ട്രി. എക്കണോമിക് ആക്ടിവിറ്റി കണക്റ്റഡ് വിത്ത് conversion of raw material into finished good is called industry. അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സാമ്പത്തിക പ്രവർത്തനമാണ് വ്യവസായം. അതായത് എക്കണോമിക് ആക്ടിവിറ്റി എങ്ങനെ കണക്ട് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്. ഒരു റോ മെറ്റീരിയൽ നിർമ്മിച്ചാൽ അത് തീരുന്നത് വരെ, അത് ഫിനിഷ് ആവുന്ന വരെ
അതെന്താ അവിടെ എന്തുണ്ടാവും, അതാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക അല്ലേ. ഇൻഡസ്ട്രിയിൽ എന്താണ് നമ്മൾ പല സംഭവങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്ത് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അത് തീരുന്നത് വരെയാണ് അല്ലേ ഒരു റോ മെറ്റീരിയൽ ഇൻറ്റ് ഫിനിഷ്ഡ് ഗുഡ്. ആ ഗുഡ് ഫിനിഷ് ചെയ്യണ വരെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് കണക്റ്റഡ് വിത്ത് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് ഇസ് കോൾഡ് ഇൻഡസ്ട്രി. ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്താണ് എത്ര ടൈപ്സ് ഉണ്ടാവും? പ്രൈമറി ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി അല്ലേ. പ്രൈമറി ഇൻഡസ്ട്രി പറഞ്ഞാൽ എന്താ? പ്രാഥമിക വ്യവസായങ്ങൾ. ഫസ്റ്റ് വൺ അല്ലേ. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. പ്രകൃതി വിഭവങ്ങളുടെ ശേഖരണം അല്ലേ, ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യുൽപാദനം അല്ലേ, വികസനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായമാണ് പ്രാഥമിക വ്യവസായം. അതിൽ ഫസ്റ്റ് വൺ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഉണ്ട്, ജനറ്റിക് ഇൻഡസ്ട്രി ഉണ്ട്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോ പ്രോഡക്റ്റ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്, അതായത് നേച്ചറിനുള്ളതാണ് എന്ത് എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ജനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രീഡിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതും ആനിമൽസിൽ നിന്ന് കിട്ടുന്നതും എന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് അല്ലേ. അതെന്തൊക്കെ? ഫാമിംഗ് ആവാം, മൈനിങ് ആവാം, ഹണ്ടിങ് ആകാം, ഫിഷിങ് ആവാം അല്ലേ. ഒന്നെങ്കിൽ കൃഷിയാവാം അല്ലെങ്കിൽ ഖനനം അല്ലേ, മൈനിങ്, വേട്ടയാടൽ, ഹണ്ടിങ് അല്ലെങ്കിൽ ഫിഷിങ് അല്ലേ, മത്സ്യബന്ധനം. ജനറ്റിക് ഇൻഡസ്ട്രീൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? പൾട്ടറി ഫാം, ഫിഷ് ഹാറ്ററി അല്ലേ. സെക്കൻഡ് ഇൻഡസ്ട്രി സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ്. യൂസ് മെറ്റീരിയൽസ് extracted at primary industry. Process material to produce goods for final consumption. It may be classified into manufacturing industry and construction industry. പ്രാഥമിക വ്യവസായങ്ങളിൽ ഉൽപ്പാദിക്കപ്പെട്ട വീണ്ടും പരിഷ്കരിക്കുകയോ അവ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യുന്ന വ്യവസായങ്ങളാണ് അല്ലേ. അതായത് യൂസ്ഡ് ബൈ എക്സ്ട്രാക്റ്റഡ് ഇൻ ദ പ്രൈമറി ഇൻഡസ്ട്രി മെറ്റീരിയൽ പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംപ്ഷൻ. അതായത് ഫൈനൽ ലാസ്റ്റിലേക്ക് എത്തി. പ്രൈമറി പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ്, അതല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇറ്റ് മേ ബി ഇൻറ്റു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. പ്രാഥമിക വ്യവസായങ്ങളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വീണ്ടും പരിഷ്കരിക്കുകയോ അവ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യുന്ന വ്യവസായങ്ങളെയാണ് ദ്വിതീയ വ്യവസായങ്ങൾ അല്ലേ. ദ്വിതീയ വ്യവസായങ്ങളെ പ്രധാനമായും ഉൽപ്പാദന വ്യവസായങ്ങൾ, നിർമ്മാണ വ്യവസായങ്ങൾ എന്നും തരം തിരിക്കാം. അപ്പോൾ നമുക്ക് രണ്ടായി തരം തിരിക്കാം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഇത്രയും എടുത്തത് മനസ്സിലായിക്കണമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബെല്ലൈക്കൺ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക. തിങ്കിങ് റിലേറ്റിംഗ് ടു സ്റ്റോറി എന്ന ചാനലിൽ എല്ലാവർക്കും മനസ്സിലാകുന്നു കരുതുന്നുണ്ട്. Thank you all.